ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അസ്ഥികളുടെ സെക്ഷൻ ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ എത്ര അസ്ഥികളുണ്ട്? 206. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? 24. ശരീരത്തിൽ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി. കാലിലെ അസ്ഥികളുടെ എണ്ണം 30. ഒരു കാലിൽ 30 അസ്ഥിയാണുള്ളത്, 2 കാലിൽ 60. തലയോടിലെ അസ്ഥികളുടെ എണ്ണം ഒന്നെങ്കിൽ 22 അല്ലെങ്കിൽ 29. മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥി കാണപ്പെടുന്നത് എവിടെ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെവിക്കൂടയിൽ കശേരിക്കൾക്കിടയിൽ 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് നേസൽ സെപ്റ്റത്തിൽ ഇതെല്ലാം വരുന്നതാണ് തരുണാസ്ഥികൾ. ഇവിടെ എല്ലാം കാണും. പിന്നല്ലാതെ ഇതായിരുന്നു ഓപ്ഷൻ തന്നിരുന്നത്. ചെവിക്കൂട കശേരിക്കൾക്കിടയിൽ 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് നേസൽ സെപ്റ്റത്തിൽ ഇതിലെല്ലാത്തിലും നമ്മുടെ തരുണാസ്ഥി ഉണ്ടാവും. ഇനി ഇതല്ലാതെ ഉള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസനാളത്തിലുണ്ടാവും, ശ്വസനിയിലുണ്ടാവും. ശ്വാസനാളത്തിലും ശ്വസനിയുടെയും ആകൃതി സി ആകൃതിയിൽ കാണുന്ന വളഞ്ഞ തരുണാസ്ഥി കാണപ്പെടുന്ന ഭാഗമാണ് ശ്വാസനാളം അഥവാ ശ്വസനി എന്ന് പറയുന്നത്. പക്ഷേ ശ്വസനികയിൽ തരുണാസ്ഥി കാണത്തില്ല, അത് പ്രത്യേകം ഓർത്തേക്കുക. പിന്നെ കാണുന്ന സ്ഥലമാണ് സ്വനപേടകം. അപ്പോൾ നമുക്ക് മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്ന എവിടേക്കെന്ന് നോക്കാം. ചെവിക്കൂട കശേരിക്കൾക്കിടയിൽ 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് നേസൽ സെപ്റ്റത്തിൽ, ശ്വാസനാളം അഥവാ അല്ലെങ്കിൽ ശ്വസനി. ശ്വാസനാള ഏതാകൃതിയിലായിരുന്നു? സി ആകൃതിയിൽ വളഞ്ഞ തരുണാസ്ഥി കാണപ്പെടുന്ന ഭാഗമാണ് ശ്വസനി എന്ന് പറയുന്നത്. സി ആകൃതിയിൽ വളഞ്ഞ തരുണാസ്ഥികൾ കാണപ്പെടുന്ന ഭാഗമാണ് ശ്വസനി എന്ന് പറയുന്നത്. സ്വനപേടകത്തിലും തരുണാസ്ഥികൾ കാണപ്പെടും. ചെവിക്കൂട കശേരികൾക്കിടയിൽ 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് നേസൽ സെപ്റ്റത്തിൽ, ശ്വാസനാളത്തിൽ, ശ്വസനിയിൽ, സ്വനപേടകത്തിൽ. ശ്വസനിയിൽ സി ആകൃതിയിൽ വളഞ്ഞ തരുണാസ്ഥിയാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സി ആകൃതിയിൽ വളഞ്ഞ തരുണാസ്ഥി കാണപ്പെടുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശ്വസനിയാണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്ത കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം. ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയല്ല. ഏതാണ് വരുന്നത്? കാൽസ്യത്തിന്റെ അപര്യാപ്തത രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിന്റെ പല്ലിന്റെ ആരോഗ്യം എന്നിവയെല്ലാം ബാധിക്കുന്നതാണ്. ഈ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം, കാൽസ്യത്തിന്റെ അളവ് കുറയുന്ന മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി എന്ന രോഗമാണ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം, സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഗൗട്ട്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ് പറഞ്ഞത്? ടെറ്റനി. അത് തന്നെയാണ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി. മാറലിലെ അസ്ഥികളുടെ എണ്ണം. മാറലിൽ എത്ര അസ്ഥികളുണ്ട്? 1. മാറലിലെ അസ്ഥികളുടെ എണ്ണം 1. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കീലസന്ധി ഏത് ഭാഗത്തായി കാണപ്പെടുന്നു? കീലസന്ധി കഴുത്തിന്റെ ഭാഗത്തായിട്ട് കാണുന്നതാണ് കീലസന്ധി. അതായത് നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗമാണ് കഴുത്ത്. ആ കഴുത്തിന്റെ ഭാഗത്ത് സന്ധിയാണ് കീലസന്ധി. നമ്മൾ കഴുത്ത് പിടിയുമ്പോൾ എങ്ങനെയാണ് കഴിയുന്നത്? കീന്നല്ലേ കഴിയുന്നത്. അപ്പോൾ കീലസന്ധി കഴുത്തിന്റെ ഭാഗത്ത് കാണുന്ന സന്ധിയാണെന്ന് വിചാരിക്കുക. നാനാവശത്തേക്ക് തിരിക്കാൻ കഴിയുന്നു. പിന്നെ വിജാഗിരി സന്ധി എന്ന് വെച്ചാൽ നമ്മൾ ഒരു റൂം അടയ്ക്കുകയും ഒരു വാതിൽ അടയ്ക്കുകയും തുടങ്ങുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും? വിജാഗിരി. അപ്പോൾ അതേപോലെയാണ് നമ്മൾ കൈമുട്ടും കാൽമുട്ടും ഒരു വശത്തേക്ക് മാത്രമേ അങ്ങോട്ട് ഇങ്ങോട്ട് പോകത്തുള്ളൂ. അതാണ് വിജാഗിരി സന്ധി. ഗോളര സന്ധി കാണപ്പെടുന്ന സ്ഥലം തോളല്ല്, ഇടുപ്പല്ല്. ഗോളര സന്ധി കാണപ്പെടുന്ന സ്ഥലം തോളല്ല്, ഇടുപ്പല്ല്. തെന്നി നീങ്ങുന്ന സന്ധി കാണപ്പെടുന്നതാണ് കൈക്കുഴയിലും കാൽക്കുഴയിലും കാണപ്പെടുന്നതാണ് തെന്നി നീങ്ങുന്ന സന്ധി. ഓക്കെ. ഇനി നമുക്ക് അസ്ഥികളുടെ എണ്ണം PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശമുള്ള അസ്ഥികളുടെ എണ്ണം 300. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികൾ 80. അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികൾ 126. ഒരു ശിശു വളർന്നു വരുന്ന സമയത്ത് അസ്ഥികളുടെ എണ്ണം കുറയുന്നു. 300 എന്നുള്ളത് 206 കുറയും. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്, ഏറ്റവും വലുത് തുടയെല്ല് അഥവാ ഫീമർ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല് അഥവാ ഫീമർ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി കീഴ്ത്താടിയെല്ല്. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി കീഴ്ത്താടിയെല്ല്. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. കോശത്തെക്കുറിച്ചുള്ള അസ്ഥികൾ കാണുന്ന കോശത്തിന് പറയുന്ന പേരാണ് ഓസ്റ്റിയോസൈറ്റ്. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 10th പ്രിലിംസ് ഫോർത്ത് സ്റ്റേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. അസ്ഥികൾ കാണപ്പെടുന്ന കോശം ഓസ്റ്റിയോസൈറ്റ്. കാൽമുട്ടില് മുട്ടിച്ചിരട്ട, അതായത് കാൽമുട്ടിലുള്ള അസ്ഥിക്ക് പറയുന്ന പേരെന്താണ്? പാറ്റെല്ല. കാൽമുട്ടിലുള്ള അസ്ഥിക്ക് പറയുന്ന പേരെന്താണ്? പാറ്റെല്ല. നട്ടലിലെ ആദ്യത്തെ കശേരുവാണ് അറ്റ്ലസ്. നട്ടലിലെ ആദ്യത്തെ കശേരു ഏതാണ്? അറ്റ്ലസ്. രണ്ടാമത്തെ കശേരു ആക്സിസ്. നട്ടലിലെ അവസാനത്തെ കശേരു കോക്സിക്സ്. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ടെൻഡനുകൾ. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗം സ്നായുക്കൾ. നട്ടലിലെ ആദ്യത്തെ കശേരു അറ്റ്ലസ്. നട്ടലിലെ രണ്ടാമത്തെ കശേരു ആക്സിസ്. നട്ടലിലെ അവസാനത്തെ കശേരു കോക്സിക്സ്. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ടെൻഡനുകൾ. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗം സ്നായുക്കൾ. നെഞ്ചിൽ അകഭാഗത്ത് മധ്യരേഖയിൽ കാണപ്പെടുന്ന അസ്ഥി മാറല്. മാറലിൽ എത്ര അസ്ഥികളുണ്ട്? ഒരസ്ഥി. ഇനി അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫറസും അസ്ഥികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ട ധാതുക്കളാണ് കാൽസ്യവും ഫോസ്ഫറസും. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപം കുറവായതിനാലാണ്. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം എന്ത്? കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപം കുറവായതിനാലാണ്. പ്രായമായവരിൽ ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്ന് ആഗിരണം ചെയ്യാറുണ്ട്. ഇത് അസ്ഥികളുടെ ബലക്ഷയത്തിന് കാരണമാകും.
നമ്മുടെ പ്രായമായവരുടെ ശരീരത്തിൽ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലിൽ നിന്ന് വലിച്ചെടുക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടാകാൻ കാരണമാകും. അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടാകുവാണെങ്കിൽ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം? കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളിലും പേരയ്ക്ക, ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളിലും മുട്ട, പാൽ, ചെറുമത്സ്യങ്ങൾ എന്നിവയിലും കാൽസ്യം ധാരാളമുണ്ട്. ഇത് പറയാൻ കാരണം DCRT പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അനുബന്ധ അസ്ഥികൂടത്തിൽ 126 അസ്ഥികളുണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു. കയ്യിലെ അസ്ഥികളുടെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക്. കയ്യിലുള്ളതാണ് ഹ്യൂമറസ്, മേളത്തെ എല്ലാണ്, തോളിന്റെ അവിടെ നിന്ന് താഴോട്ട് വരുമ്പോഴത്തുള്ള എല്ലാണ് ഹ്യൂമറസ് ഒരെണ്ണം, റേഡിയസ് ഒന്ന്, അൾന. ഇതെല്ലാം കയ്യിലാണെന്ന് ഓർത്ത് വെച്ചാൽ ഹ്യൂമറസ്, റേഡിയസ്, അൾന. ഇനി കയ്യില മണിബന്ധത്തിലെ അസ്ഥികളാണ് കാർപ്പൽസ്. കൈപ്പത്തിൽ ഇതിന് പറഞ്ഞാണ് മെറ്റാ കാർപ്പൽസ്. കൈവിരലിൽ പറയുന്നതാണ് ഫലാഞ്ചസ്. അപ്പം കയ്യിലെ അസ്ഥികൾ എടുക്കാൻ ഹ്യൂമറസ്, റേഡിയസ്, അൾന. കാർപ്പൽസ് മണിബന്ധ അസ്ഥികളാണ് കാർപ്പൽസ്, 8 എണ്ണം ഉണ്ട്. മണിബന്ധ അസ്ഥികൾ കാർപ്പൽസ് 8 എണ്ണം ഉണ്ട്. പിന്നെ മെറ്റാ കാർപ്പൽസ് അത് കൈപ്പത്തിലെ അസ്ഥികളാണ്, വിരലിലാണെങ്കിൽ 14 എണ്ണം ഉണ്ട്. കൈവിരലിലെ അസ്ഥികൾക്ക് പറയുന്ന പേരാണ് ഫലാഞ്ചസ്. തോൾ വലയം അതായത് പെക്ടോറൽ ഗിർഡിൽ കൈകളെ അക്ഷാസ്ഥികൂടമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് തോൾ വലയം. പിന്നെ ക്ലാവിക്കൽ എന്ന് പറയുന്നതാണ് ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നതാണ് ക്ലാവിക്കൽ. ബ്യൂട്ടി ബോൺ ഏതാണ്? ക്ലാവിക്കൽ. നമ്മൾ പറയും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന പിള്ളേരെ കാണുമ്പോൾ പറയും ഭക്ഷണം കഴിക്കാത്ത പിള്ളേരുടെ ഒരു രൂപമാണെന്ന് പറയും. പക്ഷെ അതല്ല, ബ്യൂട്ടി ബോൺ എന്ന് അറിയപ്പെടുന്നതാണ് ക്ലാവിക്കൽ. ഇങ്ങനെ നെഞ്ചിന്റെ ഇവിടെ ആയിട്ട് തോളിന്റെ അവിടെ നിന്നുള്ള അസ്ഥിയെ പറയുന്ന പേരാണ് കോളർ ബോൺ അഥവാ ക്ലാവിക്കൽ. കാലിലെ അസ്ഥികളാണ് ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല്. പിന്നെ ഉള്ളത് ടിബിയ, ഫിബുല. കയ്യിൽ അസ്ഥിയുടെ പറഞ്ഞതുപോലെ തന്നെ കയ്യിൽ അസ്ഥിക്ക് പറഞ്ഞാണ് ഹ്യൂമറസ്. അതേപോലെ കാലിൽ വരുമ്പോൾ തുടയെല്ല്. ഫിമർ എല്ലാവർക്കും പിന്നെ അറിയാം, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഏറ്റവും വലിയ അസ്ഥി കാലിലെ ഏറ്റവും വലിയ അസ്ഥിയാണ്, കാലിലെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല് എന്ന് പറയുന്നത്. ടിബിയ, ഫിബുല. കണങ്കാലിലെ അസ്ഥികളാണ് ടാർസെൽസ്, മെറ്റാ ടാർസെൽസ്, ഫലാഞ്ചസ്. കൈവിരലിലെ അസ്ഥിക്കും കാൽവിരലിലെ അസ്ഥിക്കും ഫലാഞ്ചസ് എന്ന് തന്നെയാണ് പറയുന്നത്. കാൽമുട്ടിൽ ഒരു അസ്ഥി ഉണ്ട്, ഇത് പാറ്റല്ല. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതിലേക്ക് വരാം. ആകെ പേശികൾ 639. ഇത് ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ആകെ പേശികൾ 639. എങ്ങനെ ഓർത്തിരിക്കും? 6+3 = 9. പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഹൃദയപേശികൾക്ക് ഉണ്ടാകുന്ന വേദന ആഞ്ചിന. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയപേശി. ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിഡിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി സാർട്ടോറിയസ്. ഏറ്റവും വലിയ പേശി നിതംബ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ, കിട്ടുന്നുണ്ടോ നോക്കിയോ. ആകെ പേശികൾ 6+3 = 9, 639. പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഹൃദയപേശികൾക്ക് ഉണ്ടാകുന്ന വേദന ആഞ്ചിന. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയപേശി. ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിഡിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി സാർട്ടോറിയസ്. ഏറ്റവും വലിയ പേശി നിതംബ പേശി. ഇനി നമുക്ക് പേശികൾ തന്നെ അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി എന്നിങ്ങനെ 3 ടൈപ്പ് പേശികളുണ്ട്. അസ്ഥിപേശി അതായത് രേഖാങ്കിത പേശി എന്ന് പറയുന്നത് നമ്മുടെ ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശിയാണ് അസ്ഥിപേശി അഥവാ രേഖാങ്കിത പേശി എന്ന് പറയുന്നത്. അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നത് സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്, കുറുകിയ വരകൾ കാണപ്പെടുന്നത്. അതാണ് രേഖാങ്കിത പേശി, അസ്ഥിപേശി, സ്കെലിറ്റൽ മസിൽ എന്നെല്ലാം പറയും. അടുത്ത മിനുസപേശി കാണപ്പെടുന്നത് എവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. മിനുസപേശി കാണപ്പെടുന്നത് എവിടെയാണ്? ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലിലും കാണപ്പെടുന്ന പേശിയാണ് മിനുസപേശി. കുറുകിയ വരകളില്ല, രേഖാശൂന്യ പേശിയാണ്, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അസ്ഥിപേശി കാണപ്പെടുന്ന അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു. സിലിണ്ടർ ആകൃതിയുള്ള കോശങ്ങളാണ്, കുറുകിയ വരകൾ കാണപ്പെടുന്നു. മിനുസപേശി കാണപ്പെടുന്നത് ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങൾ കാണപ്പെടുന്നു. ഇതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ പുറകെ പറഞ്ഞു തരാവേ. ഹൃദയപേശിയിൽ കാണപ്പെടുന്നതാണ് ഹൃദയപേശി. ഹൃദയത്തിൽ കാണപ്പെടുന്നതാണ് ഹൃദയപേശി. കുറുകിയ വരകൾ കാണപ്പെടുന്നു. ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ്, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഇനി നമുക്ക് സന്ധികളിൽ ഉണ്ടാകുന്ന കുറച്ച് അസുഖങ്ങളും കൂടെ നോക്കിയിട്ട് ഇതിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. എങ്കിൽ ഇതിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. സന്ധിവാദം എന്ന് വെച്ചാൽ സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ മൂലം ഉണ്ടാകുന്നതാണ്. സന്ധിക്ക് ഉണ്ടാകുന്ന തരുണാസ്ഥി വലയത്തിന് തകരാറുണ്ടാകുമ്പോഴാണ് സന്ധിവാദം ഉണ്ടാകുന്നത്. അസഹനീയമായ വേദനയും സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാകും. അസ്ഥി സ്ഥാനഭ്രംശം, ഡിസ്ലൊക്കേഷൻ. അസ്ഥികൾക്ക് സ്ഥാനമാറ്റം, സ്നായുക്കൾക്ക് തകരാറ്, കഠിനമായ വേദന, നീർവീക്കം, ചലിപ്പിക്കാൻ പ്രയാസം. ഉളുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്നായുക്കൾ വലിയുകയോ പൊട്ടിയുകയോ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ഉളുക്ക്. സ്പ്രെയിൻ. സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഉളുക്ക് അഥവാ സ്പ്രെയിൻ. ഓസ്റ്റിയോപോറോസിസ് എന്ന് വെച്ചാൽ ഓസ്റ്റിയോ എന്ന് വെച്ചാൽ അസ്ഥിയായിട്ട് ബന്ധപ്പെട്ടത്, പോറോസിസ് പൊടിയുന്നു. അത് ബലക്ഷയം ഉണ്ടായി ഒടിയുന്ന സംഭവമാണ്. ബലക്ഷയം ഉണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. കാൽസ്യത്തിന്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വൈറ്റമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണമാണ്. ഇടുപ്പല്ല്, മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളെ കൂടുതൽ ബാധിക്കും. അടുത്താണ് പേശീക്ഷയം. പല കാരണങ്ങൾ പേശികൾക്ക് നാശം ഉണ്ടാകുന്ന അവസ്ഥയാണ് പേശീക്ഷയം എന്ന് പറയുന്നത്. അതൊരു ജനിതക രോഗമാണ്. പേശികൾ ദുർബലമാകുന്ന ഒരു ജനിതക രോഗമാണ് പേശീക്ഷയം അഥവാ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മയാസ്റ്റേനിയ ഗ്രേവിസ്, അതൊരു പേശി രോഗം തന്നെയാണ്. ഇതൊന്നും അങ്ങനെ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ആമാശയം, ചെറുകുടൽ. ഇതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് പറയുന്നത്. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളും രക്തക്കുഴലിലും കാണപ്പെടുന്ന പേശികൾ ഞാൻ കുറച്ച് പറഞ്ഞിരുന്നു. ഓപ്ഷൻ മിനുസപേശി, അസ്ഥിപേശി, ഹൃദയപേശി, രേഖാങ്കിത പേശി. ഏത് വരും? മിനുസപേശി. കൈകളിലെ അസ്ഥികളുടെ എണ്ണം എന്ന് ചോദിച്ചിരിക്കുന്നത്. 2 കൈകൾ കൂടെ എത്രയാണ്? 60. തലയോടിയിലെ അസ്ഥികളുടെ എണ്ണം രണ്ട് ഉത്തരം വരാം. 22, 29. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് 22 ആണുള്ളത്. 29 എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ചെവിയിലെ അസ്ഥിയും പിന്നെ ഹയോയിഡും കൂടി ചേരുമ്പോഴാണ് 29 ആവുന്നത്. ഓക്കെ.
സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നതാണ് ഉളുക്ക്. സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നത് ഉളുക്ക്. കാൽസ്യത്തിന്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണം അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സന്ധിയാണ് കൈമുട്ട്. കാൽമുട്ട് എങ്ങനെയാ? വിജാഗിരി പോലെ അനക്കുന്ന സ്ഥലമല്ലേ ഇങ്ങനെ, അപ്പൊ വിജാഗിരി സന്ധി. തലയോടും നട്ടലിന്റെ മുകൾ ഭാഗവും ചേർന്ന സ്ഥലത്ത് കാണപ്പെടുന്ന സന്ധി. തലയോടും നട്ടലിന്റെ മുകൾ ഭാഗത്തും നമ്മൾ തലയോടും നട്ടലിന്റെ മുകൾ ഭാഗം എന്ന് പറയുമ്പോൾ ഏത് വശം വരും? കഴുത്ത് വരും. കഴുത്തി പിടിച്ച് നോക്കിയാൽ എന്ത് സൗണ്ട് ഉണ്ടാവും? കീ വരും. കീലസന്ധി. അപ്പൊ തലയോടും നട്ടലിന്റെ മുകൾ ഭാഗം ചേരുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന സന്ധി കീലസന്ധി. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നത് സ്നായുക്കൾ. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നത് സ്നായുക്കൾ. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് പേശികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങൾ കുറുകിയ വരകൾ കാണപ്പെടുന്നു, ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഏതാണ്? അസ്ഥിപേശി. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങൾ കുറുകിയ വരകൾ കാണപ്പെടുന്നു, ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അസ്ഥിപേശി. ഇത് ഞാൻ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. അസ്ഥിപേശി, രേഖാങ്കിത പേശി. അപ്പോൾ നോക്കി വെച്ചോണം. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ല്. മനുഷ്യരിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. മനുഷ്യരിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല് അഥവാ ഫിമർ. ഉപകാരപ്രദമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.